അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നുതള്ളിയത് 87-ലേറെ കുരുന്നുകളെ, അതും പെൺകുട്ടികളെ. ഇറാനിലെ പ്രൈമറി സ്കൂളിലാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയത്. ആ പെൺകുട്ടികൾ, ആ പെൺകുരുന്നുകൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ ലോകത്തോട് ചോദിക്കാൻ ഒരു രാഷ്ട്രവുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അറാഗ്ചി പറഞ്ഞത് ആ കുരുന്നുകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. IRGCയുടെ തലവൻ മുഹമ്മദ് ബക്ബർ കൊല്ലപ്പെട്ടതായി അമേരിക്ക സ്ഥിരീകരിച്ചു. മുഹമ്മദ് ബക്ബർ IRGCയുടെ തലവനാണ് എന്ന് മാത്രമല്ല, ഇറാൻ്റെ സൈനിക വക്താവ് കൂടിയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടതായി അമേരിക്ക സ്ഥിരീകരിച്ചതോടെ കാര്യങ്ങൾ രൂക്ഷമായി മാറുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. ആ ആക്രമണങ്ങളെ വിജയകരമായി ചെറുത്തുവെന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു. സ്വന്തം ചോര കൊണ്ടാണ് കളിക്കുന്നത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ മറന്നുപോകുന്നു. ഇറാൻ ഇസ്ലാമിക് രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക് രാജ്യമാണ്. അവരാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകിയത്. തികച്ചും വിരോധാഭാസകരമായ ഒരു പിന്തുണ. ആ പിന്തുണയുടെ ബലത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. രണ്ട് വൻശക്തികളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട അവസ്ഥയിലാണ് ഇറാൻ. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടുവെന്നും കൊല്ലപ്പെട്ടില്ല എന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖൊമേനി ഇറാനിൽ സുരക്ഷിതനാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞത്. യുദ്ധം കനക്കുകയാണ്. യുദ്ധത്തിൻ്റെതായ സർവ ഭീകരതകളും ആടിത്തിമിർക്കുന്നു. തോറ്റുകൊടുക്കാൻ, തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല. തലകുനിച്ച് എതിരാളികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ ഖൊമൈനിയുടെ ഇറാൻ തയ്യാറല്ല. അതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാൻ ഒരിഞ്ച് വിട്ട് കൊടുക്കുന്നില്ല. അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ മുഴുവൻ സൈറൻ മുഴങ്ങുകയാണ്. അപായ സൈറൻ. ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ തകർത്തെറിയാൻ ഇറാന് കഴിയും. പക്ഷേ അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രായേലിനെ പെട്ടെന്ന് ആക്രമിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തകർക്കാൻ ഇറാന് കഴിയില്ല. അമേരിക്കയും ഇസ്രായേലും നേരിട്ടാണ് സൈനിക നീക്കം നടത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു സമയത്ത്, നൊയമ്പ് കാലത്ത് ഇറാനിൽ സൈനിക നീക്കം നടത്തിയിരിക്കുന്നു. നൊയമ്പ് കാലം വ്രത അനുഷ്ഠാനങ്ങളുടെ കാലം കൂടിയാണ്. ആ കാലത്താണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അപ്രതീക്ഷിതമായി ഇറാന് നേർക്ക് സൈനിക നീക്കം നടത്തിയത്. ഖൊമൈനി ജീവനോടെ ഇരിപ്പുണ്ടോ കൊല്ലപ്പെട്ടോ എന്നുള്ളത് ഇനിയും തിരിച്ച് അറിഞ്ഞിട്ടില്ല. ഖൊമൈനി ജീവനോടെ ഇരുന്നാലും കൊല്ലപ്പെട്ടാലും ഖൊമൈനി
ഇറാന്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഇറാൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. അവിടങ്ങളിലൊക്കെ ആക്രമണം നടന്നു കഴിഞ്ഞു. ആ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് UAE, ജോർദാൻ, സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു. പക്ഷേ ദുബായിൽ നടന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടും ഇല്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അത് രണ്ട് തത്വശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുന്നു. ഒന്ന്, ഇറാൻ നടത്തുന്ന അധിനിവേശത്തിനെതിരെയുള്ള യുദ്ധം. മറ്റൊന്ന്, ഇറാനെ പിടിച്ചടക്കാൻ അമേരിക്ക നടത്തുന്ന യുദ്ധം.